Problem 4. Use the basic and derived properties of limits to find the following limits. ഓക്കെ, ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ച പ്രോപ്പർട്ടീസും അതുമാതിരി തന്നെ റൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുക, ഓരോന്നിൻ്റെയും ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്, എ പാർട്ടും ബി പാർട്ട് എന്ന് പറഞ്ഞ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1. നമ്മൾ ചെറിയ പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ചെറിയത്. ഇനി കുറച്ച് വലിയ ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഇപ്പോൾ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x³ - 3x² + 14x ഡിവൈഡഡ് ബൈ x⁻6 + x + 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷന് നമുക്ക് ഇതേ ഈസ് ഈക്വൽ ടു, നമുക്ക് ലിമിറ്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1, അതായത് x³ - 3x² + 14x ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x⁻6 + x + 1 എന്ന് നമുക്ക് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഫസ്റ്റ് ഈ ഒരു ലിമിറ്റ് സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കും, ദെൻ ഈ ഒരു ലിമിറ്റ് സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കണം, എന്നിട്ട് രണ്ട് വാല്യൂസും ഡിവൈഡഡ് ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അതിൽ നമ്മൾ ഫസ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x³ - 3x² + 14x എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഈ ലിമിറ്റിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x³ ദെൻ പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 - 3x² ദെൻ ഈ ഒരു ടേമിന് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 14x എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിത് ഏത് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഇത് സ്പ്ലിറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബൈ എക്സ്റ്റെൻഡഡ് സം റൂൾ എന്ന് പറയുന്നത്. ഓർമ്മയില്ലാത്തവർ പ്രീവിയസ് ക്ലാസ്സസിൽ പറഞ്ഞ ഡെഫിനിഷൻ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 f1 of x + f2 of x + etc. plus fn of x is equal to limit extending to x0 f1 of x plus limit extending to x2 f2 of x plus etc. plus limit extending to x0 fn of എക്സ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു കാര്യത്തിന്, അതായത് ഈ ഒരു ഇത് എന്ന് പറയുന്നത് ഇത്രയും സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ അങ്ങനെ തന്നെ നമ്മൾ എഴുതി വെച്ചു, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x³ എന്ന് എഴുതി വെച്ചു. ഇവിടെ നമുക്ക് -3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻറ്റിനെ ലിമിറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ -3 ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x² എന്ന് എഴുതാൻ പറ്റും. പ്ലസ് ഇവിടെ അതായത് ഈ ഒരു ടേമിൽ 14 കോൺസ്റ്റൻ്റ് ആണ്. സോ ആ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തു. 14 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x എന്ന് കൊടുത്തു. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ ഉപയോഗിച്ച്, അതായത് ഈ -3 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തു. അതുമാതിരി 14 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി പുറത്തേക്ക് എടുത്ത് ചെയ്തത് എന്ന് പറയുന്നത് ബൈ ദ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ എന്ന് പറയുന്ന റൂൾ ഉപയോഗിച്ചിട്ടായിരുന്നു. സോ ആ റൂളിനെ നമ്മൾ എന്ത് പറയുകയാണ്, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് എന്ന് എഴുതിച്ചു. ഇനി നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക, എക്സിന് 1 വാല്യൂ കൊടുക്കുക. ഓക്കെ, അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതായത് x1 അപ്രോച്ച് ചെയ്യുമ്പോൾ x³ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ 1³ എന്ന് വരും. h 1നെ ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വരിക 1 തന്നെ വരിക അല്ലേ. അപ്പോൾ ഇതെന്തായിട്ട് വരും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1³ -3 അങ്ങനെ തന്നെ എഴുതി. 3 ഇൻറ്റു ഇവിടെ എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ 1² പ്ലസ് 14 ഇൻറ്റു എക്സിന് 1 കൊടുക്കുക. ഈ ഒരു പോർഷനിൽ എക്സിന് 1 കൊടുക്കുക. പിന്നെ 1 കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും, 1 വരും. സോ നമുക്ക് എന്ത് വരും, 1³ വരുമ്പോൾ 1 -3 ഇൻറ്റു 1² വരുമ്പോൾ -3 പ്ലസ് 14 എന്ന് വരും. നമുക്കിതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, +12 എന്ന് കണ്ടുപിടിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത്, അതായത് ഇതിനെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 ഇത്രയും പോർഷൻ എന്ന് പറയുന്നതാണ് കണ്ടുപിടിച്ച് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് തുടക്കത്തിൽ എഴുതിയായിരുന്നു. അതാണ് പറഞ്ഞ്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x⁻6 + x + 1 എന്ന് പറയുന്നതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ഇതേമാതിരി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x⁻6 + x + 1 വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x⁻6 പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എന്ന് പറയുന്നത്. ഓക്കെ, ഏത് റൂളാണ് നമ്മൾ ഉപയോഗിച്ചത്, ബൈ എക്സ്റ്റെൻഡഡ് സം റൂൾ എന്ന് പറയുന്ന റൂളാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്.
ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ എക്സ് എന്ന് പറയുന്നതിന് 1 കൊടുക്കുമ്പോൾ അത് എന്ത് വരും? 1/6 എന്ന് വരും. ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1, എക്സിന് എന്ത് കൊടുക്കുക? 1 എന്ന് കൊടുക്കുക. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് എന്തേ ഉള്ളൂ? ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, എക്സിൻ്റെ ടേം ഒന്നുമില്ല. അപ്പോൾ എക്സ് ഉണ്ടെങ്കിലാണ് നമുക്ക്, അതായത് ഇവിടെ ഒരു ഫംഗ്ഷന് എക്സിൻ്റെ ടേം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സിന് എന്ത് കൊടുക്കേണ്ടുള്ളൂ? 1 കൊടുത്തിട്ട് എഴുതണ്ടോ. എക്സിൻ്റെ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ 1നെ അങ്ങനെ തന്നെ നമ്മൾ എടുത്തത്. സോ 1/6 + 1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് പറയുന്നത് കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്കിവിടെ 0 ആണ് കിട്ടിയിരുന്നെങ്കിൽ, ഇത് ഈസ് ഈക്വൽ ടു 3 അല്ലാതെ 0 ആണ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ ലിമിറ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? ഇങ്ങനെ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കിവിടെ 3 എന്ന് പറയുന്നത് 0 അല്ല. ഓക്കെ, അപ്പോൾ നമുക്കതുകൊണ്ട് ഒരു മിനിറ്റ് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതിന് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 12 എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x⁻6 + x + 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിയിരുന്നു? 3 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇപ്പം ഇഫ് നമ്മൾ ഈ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ 0 ആണ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു രീതി ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അത്രയും മാത്രം മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. 0 വന്നിരുന്നെങ്കിൽ നമ്മൾക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ 0 വന്നില്ല. സോ നമുക്കിവിടെ എന്താ ചെയ്യുക? നമ്മൾ ഓൾറെഡി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1x³ - 3x² + 14x കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് 12 എന്നായിരുന്നു വാല്യൂ. ഇനി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x⁻6 + x + 1 എന്ന് പറയുന്നത് നമ്മൾ 3 എന്ന് കണ്ടുപിടിച്ചു. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 12/4 എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടിയ? 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആൻസർ എന്ന് പറയുന്നത് 4 ആയിരുന്നു. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു ലിമിറ്റ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. ഇനി നമുക്ക് ഇതേമാതിരി ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂടെയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ ഇതേമാതിരി എങ്ങനെ എഴുതുക? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 10x⁻, ഈ ഒരു ടേം മൊത്തം ഇതാണ് നമുക്ക് ഇതിൻ്റെ. അതേ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x⁻10 + 8x³ - 7x² - 2 വോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x² + 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇനി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഏതാണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x⁻10 + 8x³ - 7x² - 2 എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എക്സ്റ്റെൻഡഡ് സം റൂൾ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ അങ്ങനെ വരും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x⁻10 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേമിൻ്റെ എഴുതുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 8x³ എന്ന് വരും. പിന്നെ ഈ ഒരു ടേമിൻ്റെ എഴുതുമ്പോൾ പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 - 7x² എന്ന് എഴുതാൻ പറ്റും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 നമുക്ക് എന്ത് വരും? -2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡഡ് സം റൂളാണ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, അതായത് ഫസ്റ്റത്തേൽ കോൺസ്റ്റൻസ് ഒന്നുമില്ല. സോ നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. രണ്ടാമത്തെ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു 8 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ പുറത്തേക്ക് ഇട്ടതിന് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x³ എന്ന് എഴുതി. അതേമാതിരി തന്നെ ഇതിലെന്ന് പറയുന്നത് -7 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ -7 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x² എന്ന് എഴുതി. ദെൻ ഇവിടെ -2 കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എക്സിൻ്റെ ടേമേ ഇല്ല. ഓക്കെ, ഇവിടെ -2 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് -2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്തായിരുന്നു? കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂളും അതുമാതിരി തന്നെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ റൂള് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളൊന്നുമില്ല, ഡയറക്റ്റ്ലി എക്സിന് 1 കൊടുക്കുക. അപ്പോൾ എക്സിന് ഇവിടെ 1 കൊടുക്കുമ്പോൾ 1/10 വരും. ഇതിൽ 8 ഇൻറ്റും എക്സിന് 1 കൊടുക്കുമ്പോൾ 1³ എന്ന് വരും. -7 ഇൻറ്റു x² 1 കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 1² എന്ന് വരും അല്ലേ. അപ്പോൾ അത് നമ്മൾ എഴുതി വരുമ്പോൾ നമുക്ക് എന്ത് വരും? 1/10 + 8 ഇൻറ്റു 1³ - 7 ഇൻറ്റു 1² -2 ഈസ് ഈക്വൽ ടു എന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 + 8 - 7 - 2 എന്ന് വരും അല്ലേ. ഇപ്പോൾ എന്ത് വരും? 9 - 9 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ ഇത് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടി. ഇനി നമ്മൾ സെപ്പറേറ്റ്ലി അടുത്ത ലിമിറ്റ് കണ്ടുപിടിച്ചു. ഏതാ നമ്മുടെ അടുത്ത ലിമിറ്റ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x + 1 വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ അതായത് എക്സ്റ്റെൻഡഡ് സം റൂൾ തന്നെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ എക്സ്റ്റെൻഡഡ് സം റൂൾ ഉപയോഗിച്ച് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x + ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എന്ന് പറയും അല്ലേ. ഇനി നമ്മൾ അടുത്തത് എക്സിന് ഇതിലെന്ത് ചെയ്യാണ്? എക്സിന് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് ഇവിടെ എന്താണ്? എക്സിൻ്റെ ടേം ഉണ്ടോ? ഇല്ല, പക്ഷേ അവിടെ ഒരു 1 ഉണ്ട്, കോൺസ്റ്റൻ്റ് ആണ്. ആ 1നെ അവിടെ എത്തി. സോ 1 + 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 ആണ്. ഡിനോമിനേറ്ററിലുള്ളത് 0 ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. അതായത് ഇങ്ങനെ
സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട എങ്ങനെയായിരുന്നു, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എക്സ് പവർ 10 പ്ലസ് 8x³ മൈനസ് 7x² മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 എന്നായിരുന്നു. അതിനെ നമുക്ക് ഇങ്ങനെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എക്സ് പവർ 10 പ്ലസ് 8x³ മൈനസ് 7x² മൈനസ് 2 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എക്സ് പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റിയത് എന്തുകൊണ്ടാണ്, ഈ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതെന്തല്ലായിരുന്നു, 0 അല്ലായിരുന്നു. 0 വരികയാണെങ്കിൽ നമുക്ക് ഇതേമാതിരി എഴുതാൻ പറ്റില്ല. 0 വരാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയിട്ടുള്ളത്. എനിക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മുടെ ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ടേം ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എന്ത് വരാൻ പാടില്ല, ഒരിക്കലും 0 വരാൻ പാടില്ല. അങ്ങനെ 0 വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലിമിറ്റായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നമ്മൾ ഇതേമാതിരി എഴുതി, എന്നിട്ട് ആദ്യം ഇൻഡിവിജ്വലി ഇത് കണ്ടുപിടിച്ചു, പിന്നെ ഇതും ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചു. നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. 0 ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഇങ്ങനെ എഴുതുന്നതിനെയാണ് കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്. അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ന്യൂമറേറ്ററിലുള്ളത്, അതായത് മുകളിൽ കിടക്കുന്നത് 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇത്രയാണ് റിസൾട്ട്. നമ്മളിവിടെ കണ്ടുവച്ചിരുന്നു. ഇത് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈക്വൽ ടു 0യും ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു 2. സോ നമുക്ക് എന്ത് വരും, 0/2 എന്ന് വരും. 0/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ വരിക, 0. അതായത് 0നെ ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ വരിക, 0 തന്നെ വരിക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ.